പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം ആയിരുന്നു. എങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ ചെയ്യപ്പെടുന്നതായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത്. ഇതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പറയുന്നതോടുകൂടി നമുക്കിത് ക്ലിയർ ആവും. നോക്കൂ, തിയറി വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും this is actually a single channel energy flow model. ഇപ്പോൾ സോളാർ റേഡിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോളാർ റേഡിയേഷൻ ഓട്ടോട്രോപ്സിലേക്ക് വരും. ദെൻ ഓട്ടോട്രോപ്സിൽ നിന്ന് അത് ഫോട്ടോസിന്തസിസ് വഴി പല രീതിയിലും അത് എനർജി ട്രാൻസ്പോർട്ട് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, there is an important rule called rule of 10. എന്താണ് ഈ റൂൾ ഓഫ് 10? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പം സൺലൈറ്റിൽ നിന്ന്, സോളാർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ 10% മാത്രമേ എന്തുണ്ടാവും, അവൈലബിൾ ആവും. ദാറ്റ് മീൻസ് അത് പ്ലാന്റിലേക്ക് എത്തുന്നത് 10% ആണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് റൂൾ ഓഫ് 10 ഓർ റൂൾ ഓഫ് 20 ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതിനെ പറയുന്ന പെർസെൻറ്റേജ്, അത്രയും പെർസെൻറ്റേജ് അതിലോട്ട് എത്തുന്നു, അത്രയും കുറവാണ് പ്ലാന്റിലോട്ട് എത്തുന്നത്. അങ്ങനെ പ്ലാന്റിലെത്തി അത് വീണ്ടും അടുത്ത ഒരു എന്താ പറയാ കൺസ്യൂമറിലോട്ട് പോകുമ്പോൾ അത് വീണ്ടും 10% കുറയും. അങ്ങനെ ഇപ്പൊ 10% കുറഞ്ഞ് നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയ എനർജി ആയിരിക്കും. നമ്മൾ പറയാ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി സൺ ആണെങ്കിൽ പോലും അതിൽ ഓരോ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എനർജിയുടെ തോത് വളരെ കുറയുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് റൂൾ ഓഫ് 10. അതായത് 10% അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകും, പിന്നെയും 10% കുറയും. ഇപ്പൊ 1000 ആണ് സൺലൈറ്റ് ഉള്ളതെങ്കിൽ 100 മാത്രമാണ് പ്ലാന്റിൽ എത്തുന്നത്. 100-ൽ നിന്ന് ഒരു സാധാരണ പ്രൈമറി കൺസ്യൂമറിലോട്ട് എത്തുമ്പോൾ അത് പിന്നെയും എന്താവും, 10 ആവും. അത് പിന്നെ അടുത്ത കൺസ്യൂമറിലോട്ട് പോകുമ്പോൾ 1 ആവും. ദാറ്റ് ഈസ് കോൾഡ് റൂൾ ഓഫ് 10. 10% ഈസ് റിഡ്യൂസിങ് ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു അനദർ ട്രോപ്പിക് ലെവൽ. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ സിംഗിൾ ഫ്ലോ ഓഫ് എനർജി ഓർ ദ സിംഗിൾ ചാനൽ എനർജി ഫ്ലോ ആണെങ്കിൽ പോലും സോളാർ റേഡിയേഷൻ, ദെൻ ഓട്ടോട്രോപ്പ്, ദെൻ ഹെർബിവോറസ്, ദെൻ കാർണിവോറസ്, ദെൻ അങ്ങനെ we can say that type of flow is happening within the plant or within the environment. That concept is called energy flow. ഇത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചത് മോഡിഫൈഡ് ഫോം ബൈ ലിൻഡമാൻ ആണ്. ലിൻഡമാൻ 1942. എനർജി ഫ്ലോ ഡയഗ്രാം ഫോർ എ ലേക്ക്. ഇതൊരു ലേക്കിലെ എനർജി ഫ്ലോ ആണ്. ഓട്ടോട്രോഫിലേക്ക് വന്നു, പ്രൊഡക്ഷനിലേക്ക് വന്നു, ദെൻ ഹെർബിവോറസ്, ദെൻ കാർണിവോറസ്, അങ്ങനെ ഇതിൽ തന്നെ നോട്ട് യൂട്ടിലൈസ്ഡ് ഉണ്ട്, റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നതുണ്ട്. അങ്ങനെ അത്ര ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതൊരു സിസ്റ്റത്തിലും ഒരു എനർജി ഫ്ലോ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു MSc ലെവൽ എനർജി ഫ്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് വൈ ഷേപ്ഡ് ഓർ ഡബിൾ ചാനൽ എനർജി ഫ്ലോ മോഡൽ. വൈ ഷേപ്ഡ് എന്താണ് വൈ ഷേപ്ഡ് എനർജി ഫ്ലോ ചാനൽ? വൈ ഷേപ്ഡ് മോഡൽ ഷോസ് എ കോമൺ ബൗണ്ടറി, ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫ്ലോ ആസ് വെൽ ആസ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഓർഗാനിക് മാറ്റർ. വൈ ഷേപ്പ് മോഡൽ എന്ന് പറയുന്നത് ഒരു കോമൺ ബൗണ്ടറി ഉണ്ടാവും. എന്തിന്റെ? ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫ്ലോ as well as import, export and short storage of organic matter. Decomposers are placed in separate box to partially separate the grazing and detritus food chain. അതുകൂടാതെ decomposers-ന്റെ ഒരു particular space ഉണ്ടാവും. In terms of energy level, decomposers are in fact a mixed group. ഒരു energy level concept നമ്മൾ നോക്കുകയാണെങ്കിൽ we can say that decomposers are a fact of mixed group. Y-shaped energy flow is more realistic and practical. Y-shaped energy flow is more realistic and practical than the single channel energy flow model because Y-shaped apollo importance and significant ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? It confirms to the basic stratified structure of ecosystem. Then it separates the two chains, that is grazing and detritus food chain, in both time and space. Micro consumers, that is bacteria, fungi, and the macro consumers, animal, differ greatly in size, metabolism, relation in two models. So ചിലപ്പോൾ ചോദിക്കാം, what is Y-shaped double channel? അപ്പോൾ പറയണം, Y-shaped double channel is highly significant
because it confirms basic stratified structure of ecosystem. That is the most important fact. So remember this point as far as your examination point of view. അപ്പോൾ എന്താണ് Y-shaped energy flow? എന്താണ് normal energy flow? Remember. See, this is an example of Y-shaped energy flow model, Y-shaped or double channel energy flow model. Okay. Just ഒരു മോഡൽ അഥവാ ചോദിച്ചാണ് ജസ്റ്റ് ഒന്ന് വരച്ചേക്കണം അത്രേ ഉള്ളൂ. Now, what is universal energy flow model? എന്താണ് universal energy flow model? As the flow of energy takes place, there is gradual loss of energy at each level. ഓരോ ലെവലിലും എനർജി നഷ്ടപ്പെടും. ഇല്ലേ, ഞാൻ പറഞ്ഞു ഫ്രം ദ സൺലൈറ്റ് ടു പ്ലാന്റ് 10% വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കിയൊക്കെ നഷ്ടപ്പെടുകയാണ്. Thereby resulting in less energy available at the next tropic level as indicated by narrow pipes, that is energy flow, and smaller box stored energy in biomass. The loss of energy is mainly the energy which is not utilized. എന്താണ് loss of energy എന്ന് പറഞ്ഞാൽ? The loss of energy is the mainly the energy which is not utilized. ഒരിക്കലും യൂസ് ചെയ്യാത്ത എനർജിയാണ് loss of energy എന്ന് പറയുന്നത്. This is the energy loss in locomotion, excretion, etc. Or it is the energy lost in respiration which is for maintenance. The remaining energy is used for production. അപ്പോൾ നമ്മളെപ്പോഴും ഒരു യൂണിവേഴ്സലി നമ്മൾ എനർജി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുമാണ്. ചിലപ്പോൾ ഹീറ്റ് വഴിയായിരിക്കും, ചിലപ്പോൾ റെസ്പിറേഷൻ വഴിയായിരിക്കും, ചിലപ്പോൾ ലൊക്കോമേഷൻ വഴിയായിരിക്കും. അല്ലെ, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ, നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കുറച്ച് എനർജി നടക്കാൻ ഉപയോഗിക്കുന്നു, കുറച്ച് എനർജി മൊബൈൽ നോക്കാൻ യൂസ് ചെയ്യുന്നു, കുറച്ച് എനർജി പഠിക്കാൻ യൂസ് ചെയ്യുന്നു, കുറച്ച് എനർജി തമാശ. അങ്ങനെ we can say that different forms of energy loss is happening in the environment as far as the energy concept is concerned. So remember, what is a universal flow of energy? എന്താണ് ഒരു universal flow? Universal flow ഒന്നുമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഈ രീതിയിൽ എനർജി പല രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് എനർജി ഫ്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ തലയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് യൂണിവേഴ്സൽ എനർജി ഫ്ലോന്റെ ഒരു മോഡൽ. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഫിഗർ കൂടി വരച്ചു വെക്കുക, അത്രമാത്രം. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ യൂണിവേഴ്സൽ മോഡൽ ഓഫ് എനർജി ഫ്ലോ അറ്റ് വൺ ട്രോപ്പിക് ലെവൽ ആഫ്റ്റർ EP ഓടം. ഇതിന്റെ കൂടെ ഞാൻ വേറെ കാര്യം വരച്ച്, ഈ ഒരു EP ഓടത്തിനെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. EP ഓടാണ് ശരിക്കും നമ്മളെ ഓടത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വായിച്ചെടുക്കാൻ. നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. എക്കോളജിയുടെ ഏറ്റവും ഒതന്റിക് ആയ ബുക്കാണ്. വേറൊരു ബുക്കുണ്ട്, പീറ്റർ സ്ലിങ്ങിന്റെ ബുക്കുണ്ട്. രണ്ട് ബുക്കുകളും നല്ലതാണ്. അപ്പൊ ഓടാണ് ഒതന്റിക് ആയിട്ട് എക്കോളജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ ഈ മോഡൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പം UGC-യിലൊക്കെ ചോദിക്കുന്നത്, UGC എക്സാമിന്, CSIR എക്സാം, നിങ്ങളുടെ UGC എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എനിക്കറിയാം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള മോഡൽ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. എസ്പെഷ്യലി ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ എനർജി ഫ്ലോ മോഡൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിക്കാം. ദ ആൻസർ ഈസ് ആഫ്റ്റർ EP ഓടമാണ്. ഓക്കെ, സോ ഓടത്തിന് ഓർത്തു വെക്കണം. he is the most important person behind all this model. Then എനർജി ഫ്ലോ പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ആസ് യു നോ, ഇത് നമ്മൾ ഒരു 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. എന്താണ് ഫുഡ് ചെയിൻ, എന്താണ് ഫുഡ് വെബ്. യു നോ വാട്ട് ഈസ് ഫുഡ് ചെയിൻ. MSc ലെവൽ എന്താണ് ഒരു ഫുഡ് ചെയിൻ നമുക്ക് നോക്കാം. ഇൻ ഫുഡ് ചെയിൻ ഈച്ച് ഓർഗാനിസം ഈറ്റ് ദ സ്മോളർ ഓർഗാനിസം ആൻഡ് ഇറ്റ് ഈസ് ഈറ്റൺ ബൈ ലാർജ് വൺ. അല്ലെ, സിമ്പിൾ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫുഡ് ചെയിൻ ഈച്ച് ഓർഗാനിസം ഈറ്റ് ദ സ്മോളർ ഓർഗാനിസം ആൻഡ് ഈസ് ഈറ്റൺ ബൈ ദ ലാർജ് വൺ. All those organisms which are interlinked with each other through food together constitute the ecosystem. അപ്പോൾ എക്കോസിസ്റ്റത്തിന്റെ എനർജി ഫ്ലോ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് ഒക്കെ കൺസീവ് ചെയ്യപ്പെടുന്നത്. അതർവൈസ് ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സിസ്റ്റം മാത്രമായിട്ടാണ് നമ്മൾ ഫുഡ് ചെയിൻ ഒക്കെ പറയാം. സോ ആസ് എ MSc ലെവൽ, മാസ്റ്ററിംഗ് ലെവൽ, we have to understand what is the concept of food chain, what is the concept of food web. The different level in food chain are called trophic level. Each food chain has 3 main trophic levels: producer level, consumer level, and decomposer level. If any of the intermediate stage of the food chain is removed, the succeeding links of the food chain will be affected. The arrangement in food chain can be depicted as, നമുക്ക് പറയാം, നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു,
ഒരു എക്കോസിസ്റ്റത്തിൽ ഒരാളങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ബാധിക്കുക അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാവും ഇപ്പോഴാണ് ബാധിക്കുക എന്നുള്ളത്. അതിന്റെ എനർജി ഫ്ലോനെ അത് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ഏതൊക്കെ രീതിയിലാണ് ഡെപിക്ട് ചെയ്യുന്നത്? ഫുഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡിക്റ്റേറ്ററിയസ് ഫുഡ് ചെയിൻ, പാരസൈറ്റിക് ഫുഡ് ചെയിൻ. 3 രീതിയിലാണ് നമ്മുടെ ഫുഡ് ചെയിൻ ഉള്ളത്. ഒന്ന്, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. This type of food chain starts from living green plants, goes to grazing herbivorous and onto carnivorous. Ecosystem with such type of food chain directly depends upon the solar energy for their food requirement. Most of the ecosystem in nature follow this type of food chain. Ecosystem ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ടൈപ്പ് ഫുഡ് ചെയിൻ ആണ്. എന്താണ് ഡിക്റ്റേറ്ററിയസ് ഫുഡ് ചെയിൻ? This type of food chain goes from dead organic matter to microorganism. അല്ലെ? ഡിക്റ്റേറ്ററിയസ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഡെഡ് ആയിരിക്കുന്ന ഓർഗാനിസത്തിന്റെ മുകളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. See, this type of food chain goes from dead organic matter onto microorganism and then to the organism feeding on Dictetrius and their predators. Such ecosystems are less dependent on direct solar energy. Then what is parasitic food chain? This type of food chain start from big host and end with the parasitic organism. അല്ലെ? എന്താണ് parasitic food chain? This type of food chain start from big host and end with parasitic organism. ഒരു parasitic organism ഇത് end ചെയ്യപ്പെടുന്നു. So remember, this is actually the concept of food chain. ഇതാണ് grazing food chain. See, producer, primary consumer, secondary consumer, tertiary consumer, and decomposer. Dictatorious food chain. This is an example of dictatorious food chain. നിങ്ങൾ നോക്കാൻ പറ്റും, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഡെഡ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിൽ നടക്കുന്നതാണ്. ഓർഗാനിക് മാറ്റർ, പ്ലാന്റ്സ്, then nematodes, fungi, bacteria, protozoa, nematodes, and അങ്ങനെ we can say that we have to see the different level of dictatorious food chain. ഓരോന്നും ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ, സെക്കൻഡ് ട്രോപ്പിക് ലെവൽ, തേർഡ് ട്രോപ്പിക് ലെവൽ, ഫോർത്ത് ട്രോപ്പിക് ലെവൽ, അങ്ങനെ പല ട്രോപ്പിക് ലെവലിലേക്കും പോകും. ഇവിടെ നമുക്ക് എലിയെ വരെ കാണാം. ദാറ്റ് മീൻസ് ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡെറ്ററ്റേഴ്സ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്റർ ആയിരിക്കും, ഫുഡ് ഡെഡ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്റർ. സോ റിമെമ്പർ ദ കൺസെപ്റ്റ് ഓഫ് ഡിക്റ്റേറ്ററിയസ് ഫുഡ് ചെയിൻ. ഇതൊക്കെ എനർജി ഫ്ലോയുമായി ബന്ധപ്പെട്ട് ലൈവായിട്ട് പറയുന്ന എക്സാമ്പിൾ ആണ്. Then what about food web? Food web, the interlocking pattern of food chain is known as food web. Under natural condition of the linear arrangement of food chain hardly occurs and they remain interconnected with each other through different type of organism at a different level. Such interconnected and interlocking pattern of food chain is called food web. So എന്താണ് food web? Interconnected and interlocking pattern of food chain is called food web. So you remember ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്? നമ്മുടെ സിലബസിൽ എനർജി ഫ്ലോ പറയുന്നത് കൊണ്ട് we have to understand the clear cut definition of food chain, food web, different type of energy flow, that is universal energy flow, Y-shaped energy flow, all type of energy flow should remember as far as the concept is concerned. ഇതാണ് ഫുഡ് വെബ്. നിങ്ങൾക്ക് അറിയാം എന്താണ് ഫുഡ് വെബ് എന്നുള്ളത്. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. Then next one, ecological pyramid ആണ്. എന്താണ് ecological pyramid? The different species in food chain are called trophic level. ആണല്ലോ. Each food chain has 3 main trophic level, that is producer, consumer, and decomposer. This graphical representation of this trophic level is called ecological pyramid. അപ്പോൾ ഈ പറയുന്ന ട്രോപ്പിക് ലെവലിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ പേരാണ് ecological pyramid. It was devised by an ecologist, Charles Elton. Remember, that is for your UGC exam. ഞാൻ പറയുന്ന ഒബ്ജക്റ്റീവ് എല്ലാം നിങ്ങൾ എഴുതി സെപ്പറേറ്റ് ഒരു ബുക്കിൽ കീപ്പ് ചെയ്യണം. ഒരു ബുക്ക് വാങ്ങണം സെപ്പറേറ്റ് ആയിട്ട്. UGCയുടെ മോഡൽ എക്കോളജിയുടെ മോഡൽ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും യു ഹാവ് ടു കീപ്പ് എ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഫോർ CSIR എക്സാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, MSc can pass anybody, but CSIR it is very limited since they are not preparing. So you should prepare. It was devised by an ecologist, Charles Elton. Therefore, this pyramid are also called ecological pyramid or Eltonian pyramid. So remember what is the concept of Eltonian pyramid.
ഓക്കെ, താങ്ക് യു.